നമസ്കാരം, ഡെസേർട്ട് ഡ്രൈവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് മസ്ത 6 എന്ന് പറയുന്ന പുതിയൊരു മോഡലാണ്. വേണമല്ലോ, ബാക്കിയുള്ളത് നീ തന്നെ പറയണമല്ലോ. അപ്പോൾ ഇന്ന് നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുന്ന മസ്ത 6 എന്നുള്ളൊരു മോഡലാണ്. 2020 മസ്ത 6 ആണ്. അത് നമ്മുടെ കൂടെ ഇന്ന് നമ്മുടെ ഫ്രണ്ട്സ് കൂടെ ഉണ്ട്. ഈദ് ഹോളിഡേയ്സ് ആയതുകൊണ്ട് എല്ലാവരും ഉണ്ട്. നമ്മളെല്ലാം ഒന്ന് കറങ്ങിറങ്ങിയതാണ്. അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് മസ്ത 6 ഒന്ന് പരിചയപ്പെടുകയും ചെയ്യാവുന്നിടത്ത് വണ്ടി എടുത്തുകൊണ്ട് വന്നതാണ്. അപ്പോൾ ഇത് ശില്പ, ഇത് സംഗീത. എന്നെ പിന്നെ ഞാൻ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ എൻ്റെ ബാല്യകാല സുഹൃത്താണ് ക്യാമറ പിടിച്ചിരിക്കുന്നത്, സെബിൻ. അവനെ ഞാൻ കുറച്ച് കഴിയുമ്പോൾ പരിചയപ്പെടുത്താം. ഇപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. മസ്ത എന്നുള്ളൊരു കമ്പനി ഇന്ത്യക്കാർക്ക് അത്ര പരിചിതമല്ലെങ്കിലും 1920 മുതലുള്ളൊരു കമ്പനിയാണ്. അതായത് ഒരു 100 വർഷം പഴക്കമുള്ളൊരു കമ്പനിയാണ് മസ്ത എന്നുള്ളത്. ഈ ഒരു മസ്ത 6 എന്നുള്ള മോഡലിൻ്റെ 2 ബോഡി ടൈപ്സ് നമുക്ക് അവൈലബിൾ ആണ്. ഒന്ന് സ്റ്റേഷൻ വാഗൺ, 2 സെഡാൻ. ഇത് നമ്മുടെ കൂടെ ഉള്ളത് സെഡാൻ മോഡലാണ്. 2020 മോഡലാണ്. ഇത് 2002 മുതൽ നിരത്തിലുള്ളൊരു മോഡലാണ് ഈ ഒരു മസ്ത 6 എന്നുള്ളത്. ഈ ഒരു മസ്ത 6 8 ഷെയ്ഡുകളിൽ ലഭ്യമാണ്. ഡീപ്പ് ക്രിസ്റ്റൽ ബ്ലൂ മൈക്ക എന്നാണ് ഈ ഒരു കളറിൻ്റെ പേര്. വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു കളറാണ്. ഇത് കൂടാതെ തന്നെ ഒരു 7 കളർ ഷെയ്ഡുകളിൽ നമുക്ക് ഈ വാഹനം ലഭ്യമാണ്. അപ്പോൾ നമുക്ക് ഈ വാഹനത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് കിടക്കാം. ഒരിക്കൽ കൂടി ഡെസേർട്ട് ഡ്രൈവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മസ്ത 6ൻ്റെ മുൻഭാഗത്ത് നമുക്ക് ഏറ്റവും ആദ്യം കാണാൻ കഴിയുക ഈ ഒരു മസ്തയുടെ വലിയ ഫാമിലി ഗ്രില്ല് തന്നെയാണ്. വളരെ മികച്ച ഡിസൈനിലാണ് ഈ ഒരു ഫാമിലി ഗ്രില്ല് നൽകിയിരിക്കുന്നത്. ഈ ഒരു ഗ്രില്ലിൻ്റെ മധ്യഭാഗത്തായി മസ്തയുടെ വലിയൊരു ലോഗോ കാണാൻ സാധിക്കും. അത്യാവശ്യം വലിപ്പത്തിലുള്ള ഒരു ക്രോം എലമെൻ്റ് എല്ലാം ഈ ഒരു ഗ്രില്ലിൻ്റെ താഴ്ഭാഗത്തായിട്ട് നൽകിയിട്ടുണ്ട്. മുൻ ബമ്പറിൽ ഒരു വലിയ എയർ ഡാം നൽകിയിരിക്കുന്നു. നീളത്തിലുള്ളൊരു പാറ്റേണാണ് ഈ ഒരു എയർ ഡാമിന് നൽകിയിട്ടുള്ളത്. മുൻഭാഗത്ത് ഫോഗ് ലാമ്പ് നൽകാത്തത് ഒരു പോരായ്മയായിട്ട് തോന്നി. എന്നാലും മികച്ചൊരു ഡിസൈനിലേക്ക് ഈ ഒരു ബമ്പറിനെ മാറ്റിയെടുത്തിട്ടുണ്ട്. ബമ്പറിൻ്റെ താഴ്ഭാഗത്തായി ഒരു ചിൻ സ്പോയിലർ പോലെ ഒരു ഭാഗവും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഗ്രില്ലിൻ്റെ സൈഡിലുള്ള ഒരു ക്രോം എലമെൻ്റ് എല്ലാം ഹെഡ് ലാമ്പിൻ്റെ സൈഡിലേക്ക് നീളുന്നത് കാണാൻ വളരെ ഭംഗിയായിട്ടുണ്ട്. അത്യാവശ്യം മികച്ച ഡീറ്റെയിലിംഗ് ഉള്ള ഒരു ഹെഡ് ലാമ്പ് യൂണിറ്റ് തന്നെയാണ്. ഇതിൽ പ്രൊജക്ടറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. സ്വെപ്റ്റ് ബാക്ക് ഡിസൈൻ എന്ന് നമുക്ക് ഈ ഹെഡ് ലാമ്പിനെ വിളിക്കാം. മുൻഭാഗത്ത് നോക്കുമ്പോൾ മസ്തയുടെ മറ്റ് വാഹനങ്ങളുമായി കാര്യമായ വ്യത്യാസങ്ങളൊന്നും പറയാനില്ലെങ്കിലും ഈ ഒരു മസ്ത 6നെ കുറച്ചുകൂടെ സ്പോർട്ടി രൂപത്തിലേക്ക് മാറ്റിയെടുത്തിരിക്കുന്നു എന്ന് നമുക്ക് പറയാൻ സാധിക്കും. SkyActiv എന്നുള്ള ബാഡ്ജിങ്ങും അതേപോലെ മസ്തയുടെ ലോഗോ എല്ലാം നമുക്ക് എഞ്ചിൻ്റെ കവറിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു 4 സിലിണ്ടർ പെട്രോൾ എഞ്ചിനുള്ള ഒരു മോഡലാണ്. നല്ല രീതിക്ക് NVS ലെവലുള്ള ഒരു വാഹനമാണ്. ബോണറ്റ് ലിഡിൽ ഇൻസുലേഷൻ എല്ലാം കൊടുത്തിട്ടുണ്ട്. മികച്ചൊരു വെൽ പാക്ഡ് എഞ്ചിൻ റൂം തന്നെയാണ് ഈ വാഹനത്തിന് നൽകിയിട്ടുള്ളത്. 10 സ്പോക്കുകളോട് കൂടിയ മനോഹരമായിട്ടുള്ളൊരു അലോയ് വീൽ ഡിസൈനാണ് മസ്ത 6ന് നൽകിയിട്ടുള്ളത്. 17 ഇഞ്ചാണ് ഇതിൻ്റെ സൈസ് വരുന്നത്. അതേപോലെ ഇത് കൊടുത്തിരിക്കുന്ന ഒരു ഗൺമെറ്റൽ ഗ്രേ നിറത്തിലാണ്. വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു ഷെയ്ഡ് തന്നെയാണ് ഗൺമെറ്റൽ ഗ്രേ എന്നുള്ളത്. ഇതിൻ്റെ മുന്നിലും പിന്നിലും ഡിസ്ക് ബ്രേക്കുകളാണ് ഉപയോഗിച്ചിട്ടുള്ളത്. മികച്ചൊരു ബ്രേക്കിങ്ങിന് ഇത് സഹായിക്കുന്നുമുണ്ട്. ഫ്രണ്ട് ബോണറ്റിൽ പവർ ബൾജസ് എല്ലാം കാണാൻ സാധിക്കും. അത് ഈ വീലാർച്ചിൻ്റെ മുകളിലൂടെ വന്ന് ഈ ഒരു ഫെൻഡറിൻ്റെ ഭാഗത്ത് മെർജ് ചെയ്യുന്നത് കാണാൻ വളരെ ഭംഗിയായിട്ടുണ്ട്. അതേപോലെ അത്യാവശ്യം വലിപ്പത്തിലുള്ള ഒരു സൈഡ് വ്യൂ മിറർ നൽകിയിരിക്കുന്നു. ഇതിൽ ഇൻഡിക്കേറ്റർ എല്ലാം ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഫുൾ ഓപ്ഷൻ മോഡലിൽ 360 ഡിഗ്രി ക്യാമറ എല്ലാം വരുന്നുണ്ട്. അപ്പോൾ ആ മോഡലുകൾക്ക് ഈ മിററിൻ്റെ താഴ്ഭാഗത്തും ഒരു ക്യാമറ നമുക്ക് കാണാൻ സാധിക്കും. വിൻഡോ ലൈൻസിലെല്ലാം ക്രോം സ്ട്രിപ്പ് നൽകി മനോഹരമാക്കിയിട്ടുണ്ട്. ഈ ഒരു കളറിൽ ഈ ഒരു ക്രോം എലമെൻ്റ് കൂടെ വരുമ്പോൾ കാണാൻ വളരെ അട്രാക്റ്റീവ് ആയിട്ടുണ്ട്. അതേപോലെ ബി പില്ലർ ബ്ലാക്ക് ഔട്ട് ചെയ്തിരിക്കുന്നു. ഫുൾ ഔട്ട് ടൈപ്പ് ഡോർ ഹാൻഡിലാണ് നൽകിയിട്ടുള്ളത്. മുൻഭാഗത്ത് നമ്മൾ കണ്ട ആ ബോഡി ലൈൻസ് ഒഴിച്ചു നിർത്തിയാൽ സൈഡിൽ കാര്യമായിട്ട് ബോഡി ലൈൻസ് ഒന്നും നൽകിയിട്ടില്ല. ഒരു കൂപ്പയിലേക്ക് സ്റ്റൈലിംഗ് ആണ് പിൻഭാഗത്തേക്ക് ചെല്ലുന്നവർ നമുക്ക് തോന്നുന്നത്. അത്യാവശ്യം ഒഴുകി ഇറങ്ങുന്ന രീതിയിലുള്ളൊരു പിൻഭാഗമാണ് നൽകിയിട്ടുള്ളത്. വിശാലമായിട്ടുള്ളൊരു റിയർ വിൻഷീൽഡ് നൽകിയിരിക്കുന്നു. അതിൽ ഡീഫോഗർ ലൈൻസ് എല്ലാം കാണാം. വിൻഷീൽഡിൻ്റെ ബോട്ടം പോർഷനിൽ നമുക്കൊരു LED സ്റ്റോപ്പ് ലാമ്പ് കാണാം. അതേപോലെ മുൻഭാഗത്ത് നമ്മൾ ഹെഡ് ലാമ്പിൽ കണ്ട അതേ ഒരു ഷേപ്പിലാണ് ഈ ഒരു ടെയിൽ ലാമ്പ് നൽകിയിരിക്കുന്നത്. അത്യാവശ്യം മികച്ച ഡീറ്റെയിലിംഗ് ഈ ഒരു ടെയിൽ ലാമ്പിന് നൽകിയിട്ടുണ്ട്. LED ടെയിൽ ലാമ്പ്സാണ് നൽകിയിട്ടുള്ളത്. മികച്ച ഒരു ഡിസൈനിലേക്ക് അതിനെ മാറ്റിയെടുത്തിരിക്കുന്നു. അതേപോലെ ഈ 2 ടെയിൽ ലാമ്പിനെ കണക്ട് ചെയ്യുന്ന രീതിയിൽ ഒരു ക്രോം സ്ട്രിപ്പ് പിൻഭാഗത്ത് നൽകിയിട്ടുണ്ട്. അതും വളരെ ഭംഗിയായിട്ടുണ്ട്. ഈ ഒരു ക്രോം സ്ട്രിപ്പിൻ്റെ താഴെയാണ് ഇതിൻ്റെ റിവേഴ്സ് ക്യാമറ നൽകിയിരിക്കുന്നത്. മസ്തയുടെ ഒരു ലോഗോ കാണാം. മസ്ത 6 എന്നും SkyActiv എന്നുള്ളൊരു ബാഡ്ജിങ്ങും നമുക്ക് ഈ ബൂട്ട് ലിഡിൽ കാണാൻ സാധിക്കുന്നുണ്ട്.
ബമ്പറിന് ഇരുവശത്തുമായി റിഫ്ലക്റ്റേഴ്സ് നൽകിയിരിക്കുന്നു. അതിൻ്റെ താഴ്ഭാഗത്ത് ചെറിയൊരു ബ്ലാക്ക് പോർഷൻ നൽകിയിട്ടുണ്ട്. ഈ ഒരു കളർ ആയതുകൊണ്ടാണ് പെട്ടെന്ന് ആ ഒരു ബ്ലാക്ക് പോർഷൻ എടുത്ത് കാണാത്തത്. എന്നാലും അത് വളരെ ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ട്വിൻ എക്സോസ് പൈപ്പുകളാണ് ഇതിൻ്റെ പിൻഭാഗത്ത് നൽകിയിരിക്കുന്നത്. അതും ഈ ഒരു വാഹനത്തിന് സ്പോർട്ടി ലുക്ക് സമ്മാനിക്കുന്നുണ്ട്. അത്യാവശ്യം മികച്ച ഒരു ബൂട്ട് ഏരിയ തന്നെ ഈ ഒരു Mazda 6 നമുക്ക് നൽകുന്നുണ്ട്. ഒരു ഫാമിലിക്ക് പറ്റിയ വാഹനമായതുകൊണ്ട് ഒരു വീക്കെൻഡ് ട്രിപ്പ് എല്ലാം പോകണമെന്നുണ്ടെങ്കിൽ അതിന് വേണ്ട ലഗേജസ് എല്ലാം ഉൾക്കൊള്ളാൻ പാകത്തിനുള്ള ഒരു ബൂട്ട് ഏരിയ തന്നെയാണ് ഈ ഒരു Mazda 6ന് കമ്പനി നൽകിയിട്ടുള്ളത്. നല്ലൊരു ഡിസൈനിലുള്ള മൾട്ടി ഫങ്ഷണൽ സ്റ്റിയറിംഗ് വീലാണ് Mazda 6ന് കൊടുത്തിട്ടുള്ളത്. ഒരു 3 സ്പോക്ക് സ്റ്റിയറിംഗ് വീലാണ്. അതിൽ നമുക്ക് ഓഡിയോ കൺട്രോൾസിൻ്റെ അതുപോലെ ബ്ലൂടൂത്ത് ടെലിഫോണി ക്രൂയിസ് കൺട്രോളിൻ്റെ എല്ലാ സ്വിച്ചസ് ഇവിടെ കാണാൻ സാധിക്കും. താഴെയായിട്ടൊരു ക്രോം ഫിനിഷിലുള്ള ഒരു പോർഷൻ കൊടുത്തിട്ടുണ്ട്. മികച്ചൊരു ഡിസൈൻ തന്നെയാണ് ഈ സ്റ്റിയറിംഗ് വീലിന് കൊടുത്തിട്ടുള്ളത്. ഒരു ആഫ്റ്റർ മാർക്കറ്റ് കവർ ഇതിട്ടിട്ടുണ്ട്. ടോപ്പ് ആൻഡ് മോഡലിലെല്ലാം ഇതൊരു ലെതർ റാപ്ഡ് സ്റ്റിയറിംഗ് വീലാണ് വരുന്നത്. ഇതിൻ്റെ ഫ്രണ്ടിലാണെങ്കിൽ 3 ഡയലുകളുള്ള ഒരു ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററാണ് കൊടുത്തിട്ടുള്ളത്. ഇതിൽ 2 അനലോഗ് ക്ലസ്റ്ററുകളും ഒരു ഡിജിറ്റൽ TFT ഡിസ്പ്ലേ ആണ് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു TFT ഡിസ്പ്ലേയിലൂടെ നമുക്ക് ഒരുപാട് ഡീറ്റെയിൽസ് അറിയാൻ സാധിക്കും. ട്രിപ്പ്, ആവറേജ് ഫ്യൂവൽ കൺസംഷൻ, ഔട്ട്സൈഡ് ടെമ്പറേച്ചർ, അതുപോലെ ഡിജിറ്റലായിട്ട് ഫ്യൂവൽ ഗേജും എൻജിൻ ടെമ്പറേച്ചറും കാണിക്കുന്നുണ്ട്. നല്ലൊരു ഡിസൈനിലുള്ള വൈറ്റ് ബാക്ക് ലൈറ്റ് ഉള്ള ഒരു TFT ഡിസ്പ്ലേ ആണ് കൊടുത്തിട്ടുള്ളത്. സിമ്പിൾ ആൻഡ് എലഗൻ്റ് എന്നാണ് ഈ ഒരു ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിൻ്റെ ഡിസൈനെ വിളിക്കാനായിട്ട്. നല്ല ഭംഗിയുള്ളൊരു ഡിസൈൻ തന്നെയാണ് ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിന് നൽകിയിട്ടുള്ളത്. സെൻട്രൽ കൺസോളിൽ ഒരു നോർമൽ ഓഡിയോ സിസ്റ്റം കൊടുത്തിരിക്കുന്നു. ഇത് കുറച്ച് പൊങ്ങി നിൽക്കുന്ന രീതിയിൽ, ഒരു ടാബ്ലറ്റ് എല്ലാം ഡാഷ്ബോർഡിൽ പൊങ്ങി നിൽക്കുന്ന രീതിയിലുള്ള ഒരു ഡിസൈനിലാണ് കൊടുത്തിട്ടുള്ളത്. എന്നാൽ ഇതിൻ്റെ ടോപ്പ് ആൻഡ് മോഡലിൽ ഒരു 7-ഇഞ്ച് ടച്ച് സ്ക്രീൻ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റമാണ് വരുന്നത്. പുഷ് ബട്ടൺ സ്റ്റാർട്ട് സംവിധാനമുള്ളൊരു വാഹനമാണ്. അതിൻ്റെ സ്വിച്ച് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ലെതർ സ്റ്റിച്ചിങ് എല്ലാം ഈ ഒരു ഡാഷ്ബോർഡിൽ നൽകിയിട്ടുണ്ട്. കാണാനായിട്ട് വളരെ ഭംഗിയായിട്ടുണ്ട് ഈ ഒരു ഏരിയ എല്ലാം. അതേപോലെ AC വെൻറ്റുകൾ കാണാം. നടുവിലായിട്ട് ഹസാർഡ് സ്വിച്ച് കൊടുത്തിരിക്കുന്നു. ഒരു ക്രോം സ്ട്രിപ്പ് ലെഫ്റ്റ് സൈഡ് AC വെൻറ്റ് മുതൽ റൈറ്റ് സൈഡ് AC വെൻറ്റ് വരെ നീളുന്നുണ്ട്. അതൊരു പ്രീമിയം ഫീൽ ഈ വാഹനത്തിന് നൽകുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ബ്രഷ്ഡ് അലുമിനിയം ഫിനിഷും ഈ ഒരു ഡാഷ്ബോർഡിലായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. ഡ്യുവൽ ടോൺ കളറാണ് ഈ ഒരു ഡാഷ്ബോർഡിന് കൊടുത്തിട്ടുള്ളത്. അതിൽ ബേജ് കളറും ഡാർക്ക് കളറും നമുക്ക് കാണാൻ സാധിക്കും. ഈ ഒരു ബേജ് കളറാണെങ്കിലും നല്ലൊരു സ്റ്റിച്ചിങ് എല്ലാം കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട്. ഡ്യുവൽ സോൺ ക്ലൈമറ്റ് കൺട്രോൾ AC ഉള്ളൊരു വാഹനമാണ്. അതിൻ്റെ കൺട്രോൾസ് എല്ലാം നമുക്കിവിടെ കാണാൻ സാധിക്കും. തൊട്ട് താഴെയായി CD ഇൻസേർട്ട് ചെയ്യാനുള്ളൊരു പോർഷൻ കാണാം. അതിൻ്റെ താഴെ ഒരു ചെറിയൊരു സ്റ്റോറേജ് ഏരിയയും കൊടുത്തിട്ടുണ്ട്. പിയാനോ ബ്ലാക്ക് ഫിനിഷിലാണ് ഈ ഒരു പോർഷനെല്ലാം കൊടുത്തിട്ടുള്ളത്. ഇവിടെ നമുക്ക് സ്പോട്ട് എന്നൊരു ബട്ടൺ കാണാം. ഈ ബട്ടൺ തന്നെ കാണാനായിട്ടൊരു സ്പോർട്ടി ലുക്ക് ഉണ്ടെന്ന് വേണം പറയാൻ. അതേപോലെ മികച്ച ഡിസൈനിലുള്ള ഒരു ഗിയർ നോബ് കൊടുത്തിരിക്കുന്നു. 6 സ്പീഡ് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് ആണ്. മാനുവലായിട്ട് ഓടിച്ചു പോകാം. അതിൻ്റെ ഒരു ഓപ്ഷൻ ഇവിടെ M എന്ന് കാണാൻ സാധിക്കും. തൊട്ട് പിന്നിലായി ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക് കാണാം. ഓട്ടോ ഹോൾഡ് സംവിധാനവും ഈ വാഹനത്തിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ സ്വിച്ച് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ചെറിയൊരു സ്റ്റോറേജ് ഏരിയയും സൈഡിലായിട്ട് കൊടുത്തിരിക്കുന്നു. പിന്നിലേക്ക് സ്ലൈഡ് ചെയ്ത് നീക്കാവുന്ന രീതിയിലുള്ള ഒരു കപ്പ് ഹോൾഡർ ഇവിടെ നൽകിയിട്ടുണ്ട്. അത്യാവശ്യം ഡീപ്പായിട്ടുള്ളൊരു സ്റ്റോറേജ് തന്നെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നന്നായി കൈവച്ചിരിക്കാവുന്ന രീതിയിലുള്ളൊരു ഹാൻഡ് റെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അടിയിലൊരു സ്റ്റോറേജ് ഏരിയ ഉണ്ട്. റൂഫിൽ നമുക്ക് 2 റീഡിംഗ് ലാംപ്സ് ലഭിക്കുന്നുണ്ട്. അതേപോലെ ഒരു സൺഗ്ലാസ് ഹോൾഡറും കാണാൻ സാധിക്കും. അതിൻ്റെ തൊട്ട് താഴെയായി ഒരു ഓട്ടോ ഡിമ്മിങ് ഫീച്ചറുള്ള ഇൻറ്റേർണൽ റിയർ വ്യൂ മിറർ കാണാൻ സാധിക്കും. തൊട്ട് മുകളിലായി ഇവിടെ ഒരു ചെറിയൊരു ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് പാസഞ്ചർ എയർ ബാഗിൻ്റെയും അതുപോലെ തന്നെ പാസഞ്ചർ സീറ്റ് ബെൽറ്റിൻ്റെ എല്ലാം വാണിംഗ് ഇവിടെ കാണാൻ സാധിക്കും. ഈ ഒരു ക്രോം സ്ട്രിപ്പ് കണ്ടിന്യൂ ചെയ്ത് വന്നിരിക്കുന്നത് ഇതിൻ്റെ ഡോർ ഹാൻഡിലായിട്ടാണ്. അതൊരു മികച്ചൊരു ഡിസൈനായിട്ട് തോന്നി. ഓട്ടോ ഫോൾഡിംഗ് ഫീച്ചറുള്ള ഒരു സൈഡ് വ്യൂ മിററുള്ള വാഹനമാണ്. അതിൻ്റെ സ്വിച്ചസ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. അതേപോലെ ഈ ഒരു മിററിൻ്റെ കൺട്രോൾസ് നമുക്ക് ഈ ഒരു റോട്ടറി സ്വിച്ചിൽ ചെയ്യാൻ സാധിക്കും. പിന്നെ പവർ വിൻഡോയുടെ സ്വിച്ചസ് എല്ലാം ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു ചെറിയ സ്റ്റോറേജ് ഏരിയ കൊടുത്തിരിക്കുന്നു. അതേപോലെ ബോട്ടിൽ ഹോൾഡറോട് കൂടി ഒരു ചെറിയൊരു സ്റ്റോറേജ് ഏരിയ താഴെയും കാണാൻ സാധിക്കും. ഒരു റിഫ്ലക്ടറും അടിഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട്. 6 സ്പീക്കറുകളുള്ളൊരു വാഹനമാണ്. അതിൻ്റെ ഒരു സ്പീക്കർ നമുക്ക് ഈ ഒരു ഡോർ പാഡിലും കാണാം. മികച്ചൊരു ഡിസൈൻ തന്നെയാണ് ഈ ഒരു ഡോർ പാഡിന് നൽകിയിട്ടുള്ളത്. എനിക്ക് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ ഒരു ടൊയോട്ടയുടെ ചില വാഹനങ്ങളുടെ ഒരു കട്ട് തോന്നി എനിക്ക് ഇൻറ്റീരിയറിന്. എന്നാലും നല്ലൊരു ഫിറ്റും ഫിനിഷുള്ളൊരു ഇൻറ്റീരിയറാണ്. കുറച്ചൊരു പ്രീമിയം ലുക്കെല്ലാം നമുക്ക് തോന്നുന്നുണ്ട്. ഒന്നും കുറ്റം പറയാനില്ലാത്ത രീതിയിലുള്ള ഒരു ഇൻറ്റീരിയർ തന്നെയാണ് Mazda 6ന് കൊടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ മികച്ചൊരു മെറ്റീരിയൽ ക്വാളിറ്റിയും ഈ വാഹനത്തിനകത്ത് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് പിൻ സീറ്റിലെ കംഫർട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം. എന്നിട്ട് നമുക്ക് റോഡിലേക്ക് എടുത്ത് ഓടിച്ച് നോക്കാം. എങ്ങനെയുണ്ട് റിയർ സീറ്റ് കംഫർട്ടെല്ലാം? ലെഗ് സ്പേസ് ആവശ്യത്തിനധികം ഉണ്ട്. ഹെഡ് റൂം ആണെങ്കിലും അതുപോലെ തന്നെ പിന്നീട് AC വെൻ്റ് ആണെങ്കിലും കംഫിയാണ്. പിന്നെ ആംബ്രസ്റ്റ് ആണെങ്കിൽ കപ്പ് ഹോൾഡറും സ്റ്റോറേജ് ഏരിയ ഒക്കെ ആയിട്ട്
കുഴപ്പമില്ല, നല്ലൊരു കംഫർട്ടബിൾ ആണ്. ഇപ്പോൾ നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു Mazda 6 2.5 ലിറ്റർ 4 സിലിണ്ടർ പെട്രോൾ എഞ്ചിനുള്ള ഒരു മോഡലാണ്. ഇത് 185 PS പവറും 250 Nm ടോർക്കും നൽകുന്നുണ്ട്. മസ്ദയുടെ SkyActiv ടെക്നോളജി എന്നുള്ളൊരു സാങ്കേതികവിദ്യ ഉപയോഗിച്ചിരിക്കുന്ന ഒരു വാഹനമാണ്. SkyActiv ടെക്നോളജി എന്ന് പറഞ്ഞാൽ ബെറ്റർ എഞ്ചിൻ ഔട്ട്പുട്ടും ഫ്യൂവൽ എഫിഷ്യൻസി എല്ലാം കിട്ടാനായിട്ട് മസ്ദയുടെ ഒരു ടെക്നോളജിയാണ്. അതിൽ ബോഡി കൺസ്ട്രക്ഷൻ, ഷാസി, ഗിയർ ബോക്സ്, എഞ്ചിൻ ഇതിലെല്ലാം കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് നൽകിയിട്ടുള്ള ഒരു ടെക്നോളജിയാണ് SkyActiv എന്ന് പറയുന്നത്. അത് ഈ ഒരു മോഡലിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. ഇത് 6 സ്പീഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനുള്ള ഒരു മോഡലാണ്. നല്ല സ്മൂത്തായിട്ട് ഗിയർ ഷിഫ്റ്റിംഗ് എല്ലാം ഉള്ളൊരു മികച്ചൊരു ട്രാൻസ്മിഷൻ തന്നെയാണ് ഈ വാഹനത്തിനകത്ത് ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നെ അതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, എനിക്ക് ഓടിച്ച് തുടങ്ങിയപ്പോൾ തന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ NVH ലെവൽ തന്നെയാണ്. അകത്തേക്ക് കാര്യമായിട്ട് സൗണ്ടൊന്നും കേൾക്കാത്ത രീതിയിലാണ് ഇതിൻ്റെ NVH ലെവലെല്ലാം മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്. ഇതൊരു ഫ്രണ്ട് എഞ്ചിൻ ഫ്രണ്ട് വീൽ ഡ്രൈവ് ലേഔട്ടുള്ളൊരു വാഹനമാണ്. അതായത് മുന്നിലെ വീലുകളിലേക്കാണ് പവർ ചെല്ലുന്നത്. ഞാൻ ആദ്യം പറഞ്ഞത് നല്ലൊരു ട്രാൻസ്മിഷൻ തന്നെയാണ്. കാരണം മികച്ച ഒരു ഡ്രൈവിംഗ് അനുഭവം തന്നെ ഈ വാഹനം സമ്മാനിക്കുന്നുണ്ട്. നല്ല രീതിക്ക് തന്നെ ഓടിച്ചുകൊണ്ട് പോകാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു എഞ്ചിൻ കൂടാതെ തന്നെ ഇതിൻ്റെ ഒരു ടർബോ ചാർജ്ഡ് എഞ്ചിൻ വരുന്നുണ്ട്. അതായത് അതും ഒരു 2.5 ലിറ്റർ എഞ്ചിൻ തന്നെയാണ്. 2.5 ലിറ്റർ 4 സിലിണ്ടർ ടർബോ ചാർജ്ഡ് എഞ്ചിൻ വരുന്നുണ്ട്. ആ ഒരു എഞ്ചിൻ 230 PS പവറും 420 Nm ടോർക്കും നൽകുന്നുണ്ട്. ഈ ഒരു Mazda 6 എന്നുള്ള മോഡൽ 5 വേരിയൻറ്റിൽ അവൈലബിൾ ആണ്. അതായത് സ്പോർട്സ് ടർബോ, എസ്, വി, അതുപോലെ തന്നെ വി സൺറൂഫ്, പിന്നെ ഒരു R ഗ്രേഡ്, ഇങ്ങനെ 5 വേരിയൻറ്റിൽ ഈ ഒരു വാഹനം ലഭ്യമാണ്. ഈ ഒരു Mazda 6 എന്നുള്ള മോഡൽ ബിൽഡ് ചെയ്തിരിക്കുന്ന മസ്ദയുടെ G എന്നുള്ളൊരു പ്ലാറ്റ്ഫോമിലാണ്. മികച്ചൊരു യാത്രാസുഖം ഈ വാഹനം സമ്മാനിക്കുന്നുണ്ട്. നമുക്കൊരു ലോങ് ഡ്രൈവ് എല്ലാം പോവുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് യാത്ര ചെയ്യാൻ പാകത്തിനുള്ളൊരു സസ്പെൻഷൻ തന്നെയാണ്. കാരണം എന്ന് പറഞ്ഞാൽ അത്ര യാത്രാക്ഷീണം കാര്യങ്ങളൊന്നും അനുഭവിക്കാതെ തന്നെ മികച്ച രീതിയിൽ തന്നെ നമുക്ക് യാത്ര ചെയ്ത് പോകാൻ സാധിക്കുന്ന ഒരു നല്ലൊരു സെഡാൻ തന്നെയാണ് Mazda 6 എന്നുള്ളത്. മസ്ദയുടെ വാഹനങ്ങൾക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സേഫ്റ്റി ഫീച്ചേഴ്സാണ്. കാരണം വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സേഫ്റ്റി ഫീച്ചേഴ്സ് എല്ലാം മസ്ദയുടെ വാഹനങ്ങളിൽ ഉപയോഗിച്ചിട്ടുണ്ട്. നമ്മൾ പൊതുവേ സേഫ്റ്റി എന്ന് പറയുമ്പോൾ വോൾവോ കമ്പനിയാണ് ഓർക്കുക. എന്നാലും മസ്ദയുടെ വാഹനങ്ങൾക്കും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സേഫ്റ്റി ഫീച്ചേഴ്സ് എല്ലാം കൊടുക്കാറുണ്ട്. ഈ ഒരു മോഡലിലാണെങ്കിലും MRCC എന്നുള്ളൊരു സേഫ്റ്റി ടെക്നോളജി നൽകിയിട്ടുണ്ട്. അതായത് Mazda റഡാർ ക്രൂയിസ് കൺട്രോൾ എന്നാണ് അതിൻ്റെ പേര്. നമ്മുടെ അഡാപ്റ്റീവ് ക്രൂയിസ് കൺട്രോളിൻ്റെ ഒരു കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വേർഷൻ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം എന്ന് പറഞ്ഞാൽ ഇത് മസ്ദയുടെ SkyActiv സെൻസ് സേഫ്റ്റി ടെക്നോളജിയിൽ പെട്ട ഒരു കാര്യമാണ് ഈ ഒരു MRCC എന്നുള്ള ടെക്നോളജി. അതായത് നമ്മുടെ മുൻപിൽ ഏതെങ്കിലും ഒരു വാഹനം പോവുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്ത് നമ്മുടെ വാഹനം പോകാൻ പാകത്തിന് നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും. സ്റ്റിയറിംഗിൽ തന്നെ അതിൻ്റെ ഒരു സ്വിച്ച് കാര്യങ്ങളെല്ലാം നൽകിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ഡിസ്റ്റൻസ് സെറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഫ്രണ്ടിലെ വാഹനം എന്തെങ്കിലും കാരണവശാൽ ബ്രേക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ സ്ലോ ആവുകയോ ചെയ്യുകയാണെങ്കിൽ അതനുസരിച്ച് നമ്മുടെ ഈ ഒരു വാഹനവും സ്ലോ ആവുന്നതായിരിക്കും. അതേപോലെ തന്നെ ഡ്രൈവറിന് അത് അറിയാനായിട്ടുള്ളൊരു വാണിംഗ് നൽകുന്ന ഒരു സംവിധാനമാണ് ഈ MRCC എന്ന് പറയുന്നത്. അത് മാത്രമല്ല, വാഹനം എന്തെങ്കിലും കാരണവശാൽ സഡൻ ബ്രേക്ക് എന്തെങ്കിലും അപ്ലൈ ചെയ്യേണ്ടി വന്നാൽ, അതായത് മുന്നിലെ വാഹനങ്ങൾ സഡൻ ബ്രേക്ക് എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അതിനും നമുക്ക് ഡ്രൈവർ വാണിംഗ് നൽകി വാഹനം ഓട്ടോമാറ്റിക്കായിട്ട് സ്റ്റോപ്പ് ആവാനുള്ള ഒരു ടെക്നോളജി കൂടിയാണ് ഈ MRCC എന്ന് പറയുന്നത്. ഇതുപോലെ ലൈൻ ചേഞ്ച് അസിസ്റ്റ്, അതിൻ്റെയും കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വേർഷനാണ് ഈ ഒരു Mazda 6-നകത്ത് ഉപയോഗിച്ചിട്ടുള്ളത്. അതായത് Mazda പൊതുവേ ഈ ഒരു ടെക്നോളജി SkyActiv സെൻസ് സേഫ്റ്റി ടെക്നോളജിയുടെ കീഴിൽ നിരത്തിലെത്തിച്ചിരിക്കുന്ന വാഹനങ്ങളിലെല്ലാം ഇതേപോലെ സേഫ്റ്റി ഫീച്ചേഴ്സ് എല്ലാം ലോഡ് ചെയ്തിട്ടാണ് ഇറക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം സേഫ്റ്റിക്ക് പ്രയോറിറ്റി നൽകുന്ന ഒരു വാഹന കമ്പനി കൂടിയാണ് Mazda എന്നുള്ളത്. പിന്നെ ഇതിൻ്റെ ഒരു ടോപ്പ് എൻഡ് വേരിയൻറ്റിൽ 360 ഡിഗ്രി ക്യാമറ വരുന്നുണ്ട്. പിന്നെ ഫ്രണ്ട് ആൻഡ് കർട്ടൺ എയർ ബാഗുകൾ,
ഐസോഫിക്സ് ചൈൽഡ് മൗണ്ട് പിന്നിൽ വരുന്നുണ്ട്. അതുപോലെ പാർക്കിംഗ് സെൻസർ, ABS, EBD, ബ്രേക്ക് അസിസ്റ്റ് തുടങ്ങിയ ഒരുപാട് സേഫ്റ്റി ഫീച്ചേഴ്സ് ഈ വാഹനത്തിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടോപ്പ് എൻഡ് മോഡലല്ല, അതുകൊണ്ട് തന്നെ ഇതിൽ ടച്ച് സ്ക്രീൻ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം ഒന്നും കൊടുത്തിട്ടില്ല. പക്ഷേ ഇതിൻ്റെ ടോപ്പ് എൻഡ് മോഡലിൽ ഒരു 7 ഇഞ്ച് ടച്ച് സ്ക്രീൻ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം വരുന്നുണ്ട്. അതിൽ ബോസ് എന്ന കമ്പനിയുടെ 11 സ്പീക്കറോട് കൂടിയിട്ടുള്ള സൗണ്ട് സിസ്റ്റം ഒക്കെയാണ് നൽകിയിട്ടുള്ളത്. അതേപോലെ വളരെ സ്മൂത്ത് ആയിട്ടുള്ളൊരു സ്റ്റിയറിംഗ് വീലാണ് നൽകിയിട്ടുള്ളത്. ഇതിൽ ടിൽറ്റ് ആൻഡ് ടെലിസ്കോപ്പിക് അഡ്ജസ്റ്റ്മെൻ്റ് എല്ലാം സാധ്യമാണ്. പിന്നെ ഇതിൻ്റെ പാർക്കിംഗ് ബ്രേക്ക് ആണെങ്കിലും ഒരു ഇലക്ട്രിക് പാർക്കിംഗ് ബ്രേക്കാണ് കൊടുത്തിട്ടുള്ളത്. അതിൽ ഓട്ടോ ഹോൾഡ് സംവിധാനം നൽകിയിട്ടുണ്ട്. ഈ ഒരു Mazda 6ൻ്റെ റൈവലായിട്ട് മാർക്കറ്റിലുള്ളത് ഹോണ്ട അക്കോർഡ് പോലുള്ള വാഹനങ്ങളാണ്. അപ്പോൾ ആ ഒരു വാഹനങ്ങളായിട്ട് കോമ്പീറ്റ് ചെയ്യാൻ പാകത്തിനുള്ള ഫീച്ചേഴ്സും സേഫ്റ്റി ഫീച്ചേഴ്സും ഡ്രൈവിംഗ് കംഫർട്ടെല്ലാം ഈ വാഹനത്തിന് നൽകിയിട്ടുണ്ട്. ഡ്രൈവിങ്ങിനാണെങ്കിലും നമുക്ക് പല ഡ്രൈവിംഗ് മോഡ്സ് നൽകിയിട്ടുണ്ട്. സ്പോർട്ട് എന്നൊരു മോഡ് നൽകിയിട്ടുണ്ട്. അപ്പോൾ ആ സ്പോർട്ട് മോഡിലേക്ക് മാറ്റുമ്പോൾ നമുക്ക് വാഹനത്തിൻ്റെ മൊത്തം ക്യാരക്ടർ തന്നെ മാറുന്നുണ്ട്. മികച്ച രീതിയിൽ തന്നെ ഒരു ആക്സിലറേഷൻ നമുക്കപ്പോൾ ലഭിക്കുന്നുണ്ട്. കുറച്ചുകൂടെ പവർഫുള്ളായിട്ട് ഈ വാഹനം മാറുന്നുണ്ട് എന്ന് വേണം പറയാൻ. കാരണം നല്ല രീതിക്ക് തന്നെ ഒരു ആക്സിലറേഷൻ എല്ലാം ഈ ഒരു സ്പോർട്ട് മോഡിൽ നമുക്ക് കിട്ടുന്നുണ്ട്. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഒരു ഡ്യുവൽ സോൺ ക്ലൈമറ്റ് കൺട്രോൾ AC ആണ്. നല്ല രീതിക്ക് തന്നെ പിന്നിലെ സീറ്റിലെ ആൾക്കാർക്കും ആ ഒരു AC-യുടെ തണുപ്പ് പെട്ടെന്ന് തന്നെ എത്തുന്നുണ്ട്. പുറകിലേക്കും AC വെൻറ്റുകളെല്ലാം നൽകിയിട്ടുണ്ട്. മികച്ചൊരു പവർഫുൾ AC തന്നെയാണ് ഈ വാഹനത്തിന് നൽകിയിട്ടുള്ളത്. ഈ ഒരു Mazda 6ൻ്റെ ഫുൾ ഓപ്ഷൻ മോഡലിൻ്റെ ഫ്രണ്ട് സീറ്റുകൾ വെന്റിലേറ്റഡ് സംവിധാനം ഉള്ളതാണ്. അതേപോലെ ബ്രൗൺ നാപ്പ ലെതർ മെറ്റീരിയൽ വെച്ചിട്ടാണ് ആ സീറ്റെല്ലാം നിർമ്മിച്ചിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കുന്ന ടോപ്പ് എൻഡ് മോഡൽ അല്ലാത്തതുകൊണ്ട് തന്നെ ഫാബ്രിക് മെറ്റീരിയലാണ് ഈ സീറ്റിൽ ഉപയോഗിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ സ്റ്റിയറിംഗ് വീലാണെങ്കിലും ലെതർ റാപ്ഡ് ഒന്നും അല്ല. ഇതിൻ്റെ ടോപ്പ് എൻഡ് മോഡലിലാണ് ലെതർ റാപ്ഡ് സ്റ്റിയറിംഗ് വീലും ഗിയർ നോബെല്ലാം വരുന്നത്. ഇതിൻ്റെ ഫ്യൂവൽ എഫിഷ്യൻസിയെ കുറിച്ച് പറയുമ്പോൾ അത്യാവശ്യം ഫ്യൂവൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു വാഹനം തന്നെയാണ്. ഇപ്പോൾ നമുക്ക് ലോങ് സ്ട്രെച്ച് എല്ലാം പോകുകയാണെന്നുണ്ടെങ്കിലും അത്യാവശ്യം മൈലേജ് ലഭിക്കുന്നുണ്ട്. ഈ ഒരു മീറ്ററിൽ ഇപ്പോൾ 12 കിലോമീറ്ററോളം മൈലേജ് കാണിക്കുന്നുണ്ട്. മസ്ദയുടെ വാഹനങ്ങൾ പൊതുവേ ഡ്രൈവിംഗ് കംഫർട്ടിന് പേര് കേട്ട വാഹനങ്ങൾ തന്നെയാണ്. അതുപോലെ യാത്രസുഖമാണെങ്കിലും നല്ലൊരു യാത്രസുഖം തരുന്ന വാഹനങ്ങളാണ്. ഇതാണെങ്കിൽ ഈ ഒരു Mazda 6 ആണെങ്കിലും മികച്ച രീതിയിൽ തന്നെ നമുക്ക് ഓടിച്ചുകൊണ്ട് പോകാൻ സാധിക്കുന്നുണ്ട്. മികച്ചൊരു സ്റ്റിയറിംഗ് ആണ് ഞാൻ നേരത്തെ പറഞ്ഞു. അതുപോലെ തന്നെ നല്ലൊരു ട്രാൻസ്മിഷനും പവർഫുൾ ആയിട്ടുള്ളൊരു എഞ്ചിനെല്ലാം ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിക്ക് ഈ വാഹനം ഓടിച്ചുകൊണ്ട് പോകാൻ സാധിക്കുന്നുണ്ട്. ലോങ് ഡ്രൈവ് ആണെന്നുണ്ടെങ്കിലും യാതൊരു മടുപ്പില്ലാത്ത രീതിയിൽ ഓടിച്ചുകൊണ്ട് പോകാൻ പാകത്തിനുള്ള അത്യാവശ്യം സ്പോർട്ടി ആയിട്ടുള്ളൊരു വാഹനം തന്നെയാണ്. കാണാനാണെങ്കിൽ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഡിസൈനുള്ള ഒരു വാഹനം തന്നെയാണ്. ഈ ഒരു Mazda 6ൻ്റെ പ്രൈസ് വരുന്നത് 80,000 ദിർഹംസ് മുതൽ 1,16,000 ദിർഹംസ് വരെയാണ്. അപ്പോൾ നമുക്ക് സ്പോർട്ട് മോഡിൽ വണ്ടി ഒന്ന് 0 to 100 എങ്ങനെയുണ്ട് നോക്കാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടെസ്റ്റ് വീഡിയോയുടെ അവസാനിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ സെബിൻ ഇതാണ്, നമ്മുടെ ബാല്യകാല സുഹൃത്താണ്, വീടിനടുത്താണ്, പണ്ട് മുതലേ ഉള്ള കൂട്ടുകാരനാണ്. ഇവിടെ ദുബായിലേക്ക് അവൻ രക്ഷപ്പെട്ട് പോകുന്നു. പെട്ടെന്ന് തന്നെ ഞാനും വന്നു. അങ്ങനെ നീ ഒറ്റയ്ക്ക് സൂക്ഷിക്കേണ്ടെന്ന് പറഞ്ഞ് ഞാനും വന്നു. പിന്നെ ഇത് നമ്മുടെ കൂട്ടുകാരെ ഞാൻ ആദ്യം പരിചയപ്പെടുത്തിയത്. അപ്പോൾ അടുത്ത് തന്നെ നമുക്ക് മറ്റൊരു വാഹനത്തിൻ്റെ വിശേഷമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.